പ്രിയപ്പെട്ടവരെ നമസ്കാരം. എല്ലാ സ്ഥലത്തും നാടൻ ചക്കകൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് വേണമെങ്കിൽ മറ്റേ ഈ വിദേശ ജനുസുകളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ വീട്ടിൽ ഈ ആഗസ്റ്റ് മാസമായിട്ടും നമ്മുടെ വീട്ടിൽ 5-6 നാടൻ ചക്ക എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടായ പ്ലാവ് കേട്ടാ, അതിൻ്റെ ചക്കകൾ ഇവിടെ ഉണ്ട്. ഇപ്പം ഇന്നലെ ഇതിന് മുകളിലാണ്, ഭയങ്കര ഉയരത്താണ്. നമുക്ക് എത്തില്ല, തോട്ടി കൊണ്ട് എത്തില്ല ഒരിക്കലും, അങ്ങനത്തെ ഹൈറ്റിലാണ്. അപ്പോൾ ഇത് അണ്ണാറക്കണ്ണന്മാർക്ക് വൈകിട്ടുണ്ടായത് അല്ലേ? വേണ്ട, എനിക്ക് അണ്ണാറക്കണ്ണന്മാർക്ക് ഇതാണ് ഹോബി. ഇപ്പോൾ ഒരെണ്ണം ഇന്നലെ അവർ പരിവാക്കിയത് ഇങ്ങനെ ഇതാക്കി ഇട്ടു കണ്ടോ. ഇനി 4 ചക്കിൻ്റെ. അപ്പോൾ എനിക്കിടാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ കിട്ടി. വരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. വെള്ളം ഉണ്ടാവും, വെള്ളത്തിന് നമുക്ക് വറ്റിച്ചെടുക്കാമല്ലോ. അപ്പോൾ നമ്മുടെ അരുൺ കോക്കു ഇത് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവനെ നോക്കിയിരിക്കുക. എന്നിട്ട് നമുക്ക് ഈ ചക്കയൊക്കെ കൊണ്ടിട്ട് അല്ലാണ്ട് അവിടേക്ക് പോയിട്ട് നമുക്ക് ഇട്ടിട്ടുണ്ട് വരട്ടാം. കുറേ നാളായില്ലേ ചക്ക. ഇതിന് മുറിച്ചോട്ടെ, ഇതിൻ്റെ ചോളപ്പം അതിൻ്റെ നോക്കട്ടെ. ഒരു മിനിറ്റ്, ഞാൻ വേണ്ട ചേട്ടത് അണ്ണാറക്കണ്ണന് പോവാലൊക്കെ തിന്നതാവും എടുക്കണ്ടത്. എല്ലായിടത്തും ഒരു വശം ഇല്ലാത്തൊരു ഏരിയ കിട്ടും കണ്ട. ഇങ്ങനെ ഒരു ഏരിയ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. എടുക്കണില്ല. ചാർലിന് പൂട്ട് ചേട്ടാ. ആ പൂട്ടാം. അതാ കോക്കു വരുന്നു. കോക്കു വേടാ, ഒരു മിനിറ്റ് പൂട്ടട്ടെ. ചാർലി വാടാ, വാ 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 വാ. കിട്ടില്ല, കിട്ടുമോ പൂട്ടാൻ? ആ വാ വാ. ഇമ്രാൻ അപ്പളേക്കും മൂത്രമൊഴിക്കാൻ മുട്ടി. ഇമ്രാൻ മൂത്രമൊഴിക്കുക. ആനി വിളിച്ചോ വരും. ആ പോന്നോ, കൂട്ടിട്ടു. കോക്കു ഇറങ്ങല്ലേ? ഇത് ഒരു പാട്ടിണ്ടല്ലോ. പടയാ 2 ചക്കയുടെ തന്നെ. ഇത് കൈമെന്താ പറ്റിയ നിന്റെ? ഇവന് എന്ന് വരുമ്പോഴും ഉണ്ടാവും അവിടെ ഇവിടെ കെട്ടും പൂട്ടും. വളരെ അപകടകരമായ അവസ്ഥയിൽ ജോലി ചെയ്യുന്നവരായതുകൊണ്ടാണ് തോന്നുന്നു. അവര് പൂട്ടി കൂടുണ്ടാക്കിട്ടൊന്നുമില്ല. അതും ഷോപ്പ് പൂട്ടിയില്ലേ? ആ കുരിയെ ചേർത്ത കോണിയാണാ? കോണി വേണം കണ്ടാ. ഇതിന്നൊരു കാര്യം എന്ത് വ്യക്തമായി? ഞാൻ മരം വെട്ടാൻ പോണ ആളല്ല. ഇവര് ഇത്രയും കാലങ്ങളായിട്ട് മരം വെട്ടി നടക്കുന്നതാ. കോണി വേണോ? എനിക്കറിയാം കോണി വേണമെന്ന്. അപ്പൊ ഇവര് പറയാം കോണി വേണ്ടാന്ന്. കൊറേ കോണി വേണമെന്ന്. റംബുട്ടാൻ അണ്ണാറക്കണ്ണന്മാരെ ഞങ്ങളല്ല, നമ്മള് പണിയിപ്പിച്ച കോണി. എവിടെയിരിക്കണ്ട കോണി? അല്ല, അത് നിങ്ങൾ വെക്കണ നിങ്ങളുടെ ചുമതലയാണല്ലോ. ഇനിയിപ്പോ ഞാൻ വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ വെക്കില്ലേ? ഈ ആ ഷീറ്റ് ഇവിടെ എടുത്തിട്ടാ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ. വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുളകള് ഇങ്ങനെ വീർത്ത് മറ്റേ ഈ മരിച്ചവരെ കണക്ട് ചെയ്യണ ശവം പോലെ ഇരിക്കും. പിന്നെന്താ പറയാ, നോക്കിയേ തിന്നാൻ ധൈര്യം ഉണ്ടാ? ധൈര്യം ഉണ്ടോന്ന് ഇത് ആരോടെ ചോദിക്കണേ? അതിന്റെ ചോള നോക്കട്ടെ. കൊറേ നാളുകൾക്ക് ശേഷം ചോള മരണ്ടല്ലേ നിങ്ങൾക്ക് ചക്ക മണം വരുന്നു. വെള്ളം അങ്ങനെ കയറിയില്ല. അപ്പൊ ഈ കണ്ട മഴ പെയ്തൊന്നും ഇത് അറിഞ്ഞിട്ടില്ലേ? ആ സജീവന്റെ അവിടെ ചക്ക അങ്ങനെയല്ലായിരുന്നു ചേട്ടാ, ആ പറമ്പിലത്തെ. നല്ല രസമുണ്ട്. നമ്മുടെ ദേവൻ ചേട്ടൻ കയറിയിട്ട് മുകളിലേക്ക് അടിയിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല, ട്രാവസർ ആയതിനും കുഴപ്പമില്ല.
നമ്മൾ ചക്കയുമായി അനിലേട്ടൻ്റെ അവിടേക്ക് പോവാണ് കേട്ടാ. ഭയങ്കര 4 ചക്ക ഇട്ടേലും 1 ചക്കയുള്ളപ്പോ കഷ്ടമുണ്ടായി. അതായത് ഞങ്ങളുടെ അധോലോകം മീറ്റിംഗ് വരാട്ടാ. ബൈ. ഞങ്ങളുടെ അധോലോകം മീറ്റിംഗ് കൂടിയത് പീച്ചിയിലായിരുന്നു. പീച്ചിയിലത്തെ ഗസ്റ്റ് ഹൗസിൽ. അതെ. അപ്പോൾ അവിടെ കൂടി നല്ലതാട്ടാ. 1000 രൂപയുള്ളോ ഒരു വലിയ റൂം. 2 വലിയ റൂമും ആ ഹാള് നിറച്ച് കുറെ കസേരയും ഇതും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ 2 റൂം ആകുമ്പോൾ 2000. മേലത്തെ നിലയില് ഒരു വലിയ ഹാള് പോലെ ഉണ്ട്. അത് AC ആണ്. അതിന് 2000 ഒരു ദിവസത്തേക്ക്. ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് കേട്ടാ. അപ്പോഴേ ഈ ചക്ക ഇട്ട് വെച്ചില്ല. അരുൺ ഗോക്ക് വന്ന് ചക്ക ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് അത് ഇവിടെ ഇരുന്ന് 2 ദിവസം ഇരുന്നപ്പോൾ നിരഞ്ജനി അതിൽ കേട് വന്നു തുടങ്ങി. കേട് വന്നപ്പോൾ അതിലത്തെ നല്ലതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ സരിത ഞാനും കൂടി നന്നാക്കി സരിത അത് വേവിച്ച് വെച്ച് കുറച്ച്. പിന്നെ ഒരു പിന്നെ ഒരു ചക്ക അധികം പഴുപ്പായിട്ടില്ല. അത് പിന്നെ നമുക്ക് ചുള പറക്കാം. അതിലെന്തോരം കിട്ടും അറിയില്ല. കൊട്ടി ഘോഷിച്ച് അവിടെ വരെ പോയിട്ട് ആകെ ഒരു കുഞ്ഞ് പാത്രത്തിലേക്കുള്ള വെള്ളങ്ങി അല്ലേ മതി. എനിക്കത്ര മതി. അപ്പോൾ അവരെ വിളക്ക് വയ്ക്കാറായി. സന്ധ്യ സമയമായി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അല്ലാണ്ട് അവിടേക്ക്. ചക്ക വരണ സ്ഥലം അവിടെയാണല്ലോ. അതെ. അപ്പം അല്ല ചേട്ടൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. അംബ്രോസ് ഭയങ്കര വാലാട്ടൽ എന്താണാവോ. അംബ്രോസേ ഇന്നലെ ഇവിടെ എന്തായിരുന്നല്ലേ വെള്ളക്കെട്ട്. വെള്ളം അപ്പനെ വന്ന് പോയി കണ്ട. ഇവിടെ ഞാൻ നിറഞ്ഞ് നടക്കായിരുന്നു വെള്ളത്തിൽ. ആദ്യം നമ്മളെ കുടുംബക്കാർ കൂടുമ്പോൾ അതായത് ഈ സാധനം കൊണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് വരും. എല്ലാവരും കൂടി ഈ മാവിൻ്റെ ഇടയ്ക്ക് മീനിൻ്റെ ഇവിടെയൊക്കെ വട്ടം കൂടി നിന്നിട്ട് കൂടി വർത്താനം പറഞ്ഞ് എന്ത് രസമുള്ള കാലഘട്ടമായിരുന്നു അതൊക്കെ. അതൊക്കെ പോയി. ഓർമ്മകളെ പോയി. ഞാൻ പറഞ്ഞു കൈവള ചാർത്തി വരൂ വിമുഖമിവേദി ഏതോ അല്ല ചേട്ടാ ഞങ്ങൾ വന്നു. ഏതോ ഒരു ചക്കയാണ് 4 ചക്ക ഉണ്ടായിരുന്നു. 3 എണ്ണത്തിലത്തെ നോക്കിട്ട് വേവിച്ചത്. ഈ ചക്കയാണുള്ളത്. ഇവിടുന്ന് പറിച്ചാൽ മതി. ഇവിടെ അല്ലുണ്ട്. അല്ല ഈ സമയത്ത് ഹാജരാവും. ഇവിടെ ഒരു മീൻ കിട്ടുന്നവൾക്ക് അറിയാം. ഈ സമയത്ത് ചാളയായിരുന്നല്ലോ കൊടുക്കാറ്. മഞ്ഞക്കോരയ്യ ജപ്പാൻകാര് ട്യൂണ മീനെ മുറിക്കുന്ന പോലെ ഒരു ട്യൂണില്ലേ ട്യൂണ മീന് അതിന് മുറിക്കുന്ന പോലെ ആവശ്യമില്ലാണ്ട് പറയില്ല. ഉരുളി പോയിട്ട് ചീനിച്ചട്ടി എടുക്കേണ്ടി വരും. ഒരു കുഴപ്പമില്ല. നല്ല എവിടെയാ മറ്റേ മൈക്ക് എൻ്റെ കയ്യില് നോക്കിയിട്ടും ചക്ക അടിപൊളി ചക്കട്ടാ. കയറ് കെട്ടി ഇറക്കിയ കാരണം ഒന്നും പറ്റിയിട്ടില്ലേ. ഭാഗ്യം ഒരെണ്ണെങ്കിലും മുഴുവനായിട്ട് കിട്ടി. ഈ സമയത്ത് ചക്ക കിട്ടാന്ന് പറഞ്ഞ വലിയ ഭാഗ്യട്ടാ. അത് പറഞ്ഞ മുളച്ചിട്ട് പോലും അല്ലേ. നമ്മളെ ഇതിപ്പോ ചക്കവരട്ടില് നമ്മള് മുന്നും ചെയ്തിട്ടുള്ള മീന്. പക്ഷെ ഈ ടൈമില് കിട്ടാൻ ഒരു പാടുന്നു. അതെ നോക്കട്ടെ. അത് ഉണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ് അല്ല എന്നാലും ഇങ്ങനെ വെള്ളം കേറിട്ടൊരു ഇത് വരില്ലേ അതുപോലെ തിന്നാൻ പറ്റാത്തൊരവസ്ഥ ഇല്ല. അതില്ല. ഇവിടെ പിടിച്ചാൽ മതി. ഇവിടെ പിടിക്കാം. തിന്നാൻ അവസരം തരാം. ചക്ക കാണാത്ത പോലെ ഈ ടൈമിൽ കിട്ടുന്ന കാരണമുണ്ട് ചക്കയ്ക്ക് ഡിമാൻഡ്. അല്ല ഞാൻ മറ്റേന്ന് പഴക്കുമ്പോഴൊക്കെ തിന്നു. പക്ഷെ ഇതിന് ഇത് കറക്റ്റ് പാകമാണ് കേട്ടാ. പഴയ കാലത്ത് തിന്നണോ ഇത് കാര്യം മതി. പേപ്പറുണ്ടേ നോക്കിയാ എവിടെയാ പേപ്പർ. അല്ല ചേട്ടാ എവിടെ വെച്ച് ഇതിന് എടുത്തോ.
ഇതൊന്നും കൂടി ഒരു മുറിക്കണ അപ്പം വേണ്ടല്ലേ. അപ്പൊ ആ ചീന്തി കിട്ടും. നാല് സദ്യക്ക് ഒരു പൊട്ടുവാണെങ്കിൽ നല്ല രസമുണ്ടല്ലേ? അതെ, എല്ലാ ചാക്കളും ഇത് പറഞ്ഞായിരുന്നു. അത് എന്നിട്ടുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് പീച്ചി പോയില്ലേ, അതുകൊണ്ട് കഴിഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെയുള്ള ഉരുളി തേക്കും കയ്യില് അത്രയും വലിയ ചാക്കളാ. അല്ല, ഇതിനേക്കാളും വലുതായിരുന്നു ബാക്കി ചക്ക. ഓരോന്ന് 25 കിലോ തൂക്കണ്ട്. ചീഞ്ഞു പോയി. ഞാൻ പിടിച്ചു. സെന്റർ ആക്കായിരുന്നു അല്ലേ? ഞാൻ അതാ ചോദിച്ചത്. സെന്റർ ആക്കി. ഞാൻ നിനക്ക് വല്ല ഐഡിയ ഉണ്ട് വെച്ചിട്ട് പറഞ്ഞതാ. ഞാനിതിൽ ഇടപെടണ്ട. ഇടപെടാണ്ട് നീ തിന്നാനാണോ ഉദ്ദേശിച്ച് നിൽക്കുന്നത്? നിങ്ങൾക്ക് വിട്ടു വന്നു. ആഹാ, അലുവ കഷ്ണം പോലെ. അപ്പുറത്ത് നിന്നാ മതി, അപ്പൊ അവർക്ക് ഇതാക്കി കൊടുക്കും ചെയ്യാൻ നിനക്ക്. വെളിച്ചെണ്ണ കൈമിയാക്കണം സരിക്ക്. കുറച്ചാക്കാൻ വേണമെങ്കിൽ വലിയ കാര്യമായിട്ട് മുളനീനില്ല. അതിനുവേണ്ടി ഈ പ്ലാവുമ്പോ എന്താലേ സജീവന്റെ എന്തൊരു മുളനീനാ. അതിനൊരു നല്ല രസം അത്. സേമിക്ക് വേണോ? അല്ല, അജു തിന്നാനായിട്ടാണ് ഈ കൈമത്ത് പറ്റുന്നത്. എന്തെങ്കിലും ആ വശം ശ്രദ്ധിക്കണല്ലോ. എന്തായാലും തിന്നും. തീറ്റ കഴിഞ്ഞ് പോയി. ഏതാ മീൻ മുഴുവൻ തിന്നു. അജു പറഞ്ഞ അലുവി ഉണ്ടാക്കിയാലും തിന്നണം, ഇതുണ്ടാക്കിയാലും എല്ലാം തിന്നാൻ തന്നെ ഇല്ലേ. ഈ ചക്കക്കുരു എടുത്ത് വെച്ച് കൂട്ടാൻ വെക്കായിരുന്നു ചേട്ടാ. ആളുകൾക്ക് ചക്ക കാണുമ്പോ കൊതിയാവും അല്ലേ? ഏത് സമയത്തും കാണുമ്പോ കൊതിയാവും. കിട്ടാത്ത ഈ വാങ്ങിച്ചു കൊണ്ടുവരാനും ഇതൊക്കെയും കൊണ്ടുപോകും. ഇതിനൊക്കെ ഇനി നാണക്കേടുള്ളോ? കിട്ടിയ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാന്നൊക്കെ പറയുമ്പോഴേ, ചക്ക മലയാളികളുടെ ഒരു വികാരമാണ്. ചേച്ചി കൈയോടെ കളഞ്ഞിട്ടല്ലേ ഇടണേ? ഇവിടെ പാത്രത്തിലെ തരാൻ ഞാൻ തിന്നേണ്ട വരുമോ? നീ അപ്പുറത്തിരുന്നിട്ട് അങ്ങോട്ട് പറിച്ചിട്ടാ മതി. അല്ല, പറിച്ചിടാൻ പാത്രമില്ല. പാത്രം അല്ല ചേട്ടാ, നമ്മുടെ റിട്ടയർമെന്റ് വീഡിയോ കണ്ടിട്ട് എന്തിട്ടാ പറഞ്ഞേ? സ്റ്റാഫൊക്കെ ഇഷ്ടായി എല്ലാവർക്കും? ഇവരൊന്നും അതിനെ പറ്റിയൊന്നും പറഞ്ഞു ഇല്ലേ? എന്നിട്ട് നീ കൃഷിക്കും ചെയ്യുന്നില്ലേന്ന് ചോദിച്ചു. ആ കൃഷി ഇവിടുന്ന് കിട്ടിയ നേരത്തെ വല്ലതും ഉണ്ടെങ്കിൽ ചെയ്യുന്നു പറഞ്ഞു ഞാൻ. ഇപ്പൊ പിന്നെ അവിടെ പണി ഇനിയില്ല, എന്നും കാണുന്നില്ല അവരെ. അപ്പൊ ഞാൻ പറഞ്ഞു പോന്ന പോലെ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് അതെ, ശരിയാ, റിട്ടയർ ചെയ്ത പോലെ തോന്നുന്നില്ലേ? വീണ്ടും അങ്ങോട്ട് തന്നെ ചെല്ലല്ലേ? എന്നും കാണുന്നവരെ വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. സ്വന്തക്കാരെന്ത് പറയണു? രാജേട്ടൻ സ്വന്തക്കാരെന്ന് വിളിക്കുമ്പോ അല്ലേ ചേട്ടൻ തിരിച്ചൊന്ന് വിളിക്കണേ? ഞാനൊന്നും വിളിക്കാറില്ലേ, മറ്റുള്ളവരോട് പറയും മന്നാന്ന് പറയും. അവനെ മന്നയാ? ദൈവമേ, നമ്മള് മന്നാന്ന് പറയും. ഇത്രയധികം സ്നേഹം തരുന്ന കൂട്ടുകാരനെ തിരിച്ചു വിളിക്കണ പേര് അത് നമ്മൾക്ക് അങ്ങനെ ഒരു തമാശീനത്. ഞാൻ പറിച്ചിട്ടുണ്ടായിരിക്കേ മുഴുവൻ തന്നെ. ഞാൻ ചവണി വരാൻ നോക്കി എങ്ങനെയുണ്ടെന്ന്. ചവണിക്കും ടേസ്റ്റ് കേട്ടാ. നമ്മളൊന്നും പറയണില്ലല്ലോ ചേട്ടാ. നിങ്ങൾ വിചാരിക്കും ഞാൻ പറിച്ചതായിരിക്കും. ഒന്നും വിചാരിക്കില്ല. നിങ്ങൾ വിചാരിക്കും പറിച്ചത് അല്ലേ? അല്ല, തിന്നിട്ട് എപ്പോഴെങ്കിലും അങ്ങോട്ട് ഇടുന്നത് ഒന്ന് കാണിക്കാനായിട്ട് അവൻ്റെ ഇതിൽ കാണുള്ളൂ, ക്യാമറയിൽ കാണുള്ളൂ. ഞാനിട്ടുണ്ടായിരിക്കും. ഓരോ കൊതുകള്. എന്നെ ഇത്ര കൊതു കടിച്ചില്ലല്ലോ. അതിന്റെ കാലിന്റെ അടിവരെ ഫാൻസ് ഇല്ലേ? എന്നാലും അതിന്റെ മോളിൽ കൂടെ കടിക്കാറുണ്ട് തന്നെ. ഏറ്റവും കാര്യം മുളച്ചിട്ടില്ലേ ഗുരു? ഇത്ര കണ്ട മഴ കൊണ്ടിട്ടും. മാങ്ങ കിട്ടോ ചേട്ടാ? മാങ്ങ എവിടെ നിന്ന് കിട്ടാ? ചക്കക്കുരു മാങ്ങി വെക്കണം നാളെ. മാങ്ങയൊക്കെ വാങ്ങിച്ചോണ്ടാ. പരിപ്പും ചക്കക്കുരും മാങ്ങി വെച്ചിട്ട് ഉണക്കമാന്തകൾ വറക്കാം. നമ്മുടെ മില്ലിയിലെ സീമ. അപ്പൊ ഇതിന്റെ ചക്കക്കുരു എടുത്ത് വെച്ചോ തരുതേ കുറച്ചെണ്ണം. അപ്പൊ അതന്നെയല്ലേ ഞാൻ പറയണേ. എന്താണ് കോഴികള്? കോഴികള് കൂട്ടില് കൊള്ളണേനും കൂടുതലാണല്ലേ ചേട്ടാ? അതിന് അവർക്ക് മുകളിൽ നിക്കാനേ, അതിന് തല്ലൂട്ടണ ആ വടിയുമ്പോ നിക്കാനേ. അവർക്ക് ഏറുമാടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലേ മോളിൽ കയറി കുറച്ച് പേരും. നിതിൻ കൊതി വരണ്ട. തിന്നില്ലല്ലോ ചക്ക തിന്നില്ല. അവൻ ചക്ക തന്നില്ല. നീ ഒരു മലയാളിയാണ്.
അങ്ങനെ മലയാളികളുടെ പേര് കളയാൻ. ആ ഇപ്പോഴത്തെ പിള്ളേരുടെ അങ്ങനെ ചക്കൊന്നും തിന്നില്ല. ചാ വെച്ചിട്ടുള്ള സാധനം തിന്നില്ലാന്ന്. ചക്ക, ചീര, പിന്നെന്താ ചിക്കൻ തിന്നോ? അല്ല കുറെ കഴിയുമ്പോഴേക്കും വരും. ഇപ്പൊന്നും നോക്കണ്ട, അതൊക്കെ തിന്നാൻ പറയും ഡോക്ടർമാര്. അത്രയുള്ളൂ. അതെ, ഞാനേ അവനോട് ഷൂട്ട് ചെയ്ത് മതി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അല്ലെങ്കിൽ മുഴുവൻ ഞാൻ ഫുൾ ടൈം തിന്നണതാ കാണുള്ളൂ, അത് കാണില്ലല്ലോ. അല്ല നീ തിന്നു കഴിഞ്ഞാൽ അത്രയും കുറവല്ലേ ഇതാക്കണ്ടോ? അതിലിങ്ങനെ കാണുമ്പോൾ തിന്നാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കണ്ടാലും കണ്ടില്ല ആൾക്കാർക്ക് അറിയപ്പോ ചേട്ടനെ. എന്തല്ല പിന്നെ ചേട്ടൻ്റെ ചില ക്യാമറ ഓഫ് ആക്കിയിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആരും അറിയില്ലാന്ന്. അതൊന്നും അറിയില്ല. ചവണി തിന്നാട്ടാ, അതിന്റെ മടല് തിന്നാട്ടാ. ആ ചവണി നല്ല രസമുണ്ട്. ഓ ശരിക്കും പറഞ്ഞ ആ വണ്ട ചക്കകള് വെറുതെ നശിപ്പിച്ചു അല്ലേ? അല്ല ഈ വേനൽക്കാലത്ത് വരെ ഇത്ര നന്നായിട്ട് കിട്ടില്ലേ ഈ ചക്ക? നോക്കിയ കളറും കണ്ട എന്തൊരു മഞ്ഞ കളറല്ലേ. ഒരെണ്ണത്തിന് കുരുവിന് ഒരു മുളരെ ഒരു അംശം പോലും കയറിയിട്ടില്ല. മുള എന്ന് പറയുന്ന സാധനല്ലേ, അതായത് ഈ ചക്കക്കുരു കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും. മുള പൊട്ടിയ ചക്കക്കുരു ഇല്ലേ, ഒരു രസം ഉണ്ടാവില്ലേ? ഇല്ലയോ, ഒരു വേറൊരു മണം വന്നു. അതന്നെ, അതിന്റെ ഒരു മണം വരും. നാളെ അപ്പൊ ചക്കക്കുരു ഉപ്പേരി ഇവിടെ വെക്കോ? ചക്കക്കുരു ഉപ്പേരി വെക്കാറുണ്ടോ? ഞങ്ങൾ വെക്കാറുണ്ട്. വാ, പിന്നെ മറ്റേതോ ചക്കക്കുരു മാങ്ങി വെക്കോ? പിന്നെ ചക്കക്കുരും ചെമ്മീനും വെക്കോ? ചക്കക്കുരു കായ, പിന്നെ നമ്മൾ എന്തൊരു കയ്പകായ, ചക്കക്കുരും കയ്പകായ എല്ലതും വെക്കും. ഉപ്പേരി കേട്ടാ എല്ലതും. ചോളേക്കാൾ രസം ചവണി. ആ മടലും രസണ്ടി. മടൽ എനിക്ക് വേണ്ട. മടല് വയറ്റിൽ വേണ്ടി എടുക്കും. അതെ, അതാ വേണ്ടെന്ന് പറഞ്ഞ. ആവോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വയറുന്നത്. ഈ മടലുകൊണ്ട് എന്തോരം കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. എൻ്റെ വീട്ടിലില്ലേ ചക്ക ഇതുപോലെ വെട്ടാൻ പോണേലും മുന്നേ എൻ്റെ അമ്മ ചുക്കില്ലേ, ചുക്ക് ചതച്ചിട്ട് വെള്ളം വയ്ക്കും. എന്നിട്ട് ഈ ചക്ക തിന്നതിൻ്റെ പിന്നാലെ ചുക്ക് വെള്ളം കുടിക്കും. അല്ലെങ്കിൽ വയറാൻ വരുമായിരിക്കും ഗ്യാസ് കയറിയിട്ട്. അതെ, ഈ ചവണി ഭയങ്കര രസാട്ടാ. എടുത്തിട്ടേ സരിതേ, ചവണി ഭയങ്കര രസമാണ്. അതന്നെയല്ലേ ഞാനും പറഞ്ഞപ്പന്നെ. എന്നാ ആ സാധനം മരിക്കണ്ട. ഇത് കഴിഞ്ഞിട്ട് അജുന് എല്ലതും മടല വെച്ച് കൊടുക്കാം. പറക്കിന്നോട്ടെ. ചവണീരെ ഫ്രൈ ഉണ്ട്, കണ്ടിട്ടില്ലേ യൂട്യൂബില്? അത് പഴുത്തല്ലേ, മറ്റേതല്ലേ പച്ച? മറ്റേ പച്ച. അതില് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണ കൂടി തിരുമ്പിയിട്ടില്ലേ എയർ ഫ്രയറിൽ വെക്കുക. ഒരു 3-4 മിനിറ്റ്. ഞാൻ ഒരു ഷോർട്സ് കണ്ടതാ. ഇതിങ്ങനെ അപ്പൊ കറുമുറു തന്നെ കടിച്ചു തിന്നാം. അങ്ങനെ ഒരു ചോള കൊണ്ട് തിന്നാൻ പോവാ, അല്ലെങ്കിൽ പിന്നെ അത് വേവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മിക്സിയിൽ അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തിന്നാൻ പറ്റില്ല. ഇതിന് വേവിച്ച് കൊള്ളു ചേച്ചത് ഞാൻ കൊണ്ടുവന്ന കുക്കറില് 2 പ്രാവശ്യം. ചവണി ഭയങ്കര രസം. ചവണി രസം എന്ന് പറഞ്ഞിട്ട് ചോളയല്ല അപ്പടി തന്നെയാണിത്. രണ്ടും തിന്നുണ്ട്. കുക്കറിലൊന്ന് വേവിക്കാം, വേഗാവാൻ വേണ്ടിയിട്ട്. ഇരുട്ടായി തുടങ്ങിയില്ലേ, കലത്തിൽ വേവിക്കാൻ കഴിഞ്ഞാൽ സമയം പോകും. കൊള്ളൂ, അത് വേവുമ്പോൾ അങ്ങോട്ട് അമങ്ങും കേട്ടോ. കണ്ട കുരു മുളച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ കുരുവൊക്കെ എടുക്കാണ്. നാളെ ഞങ്ങളുടെ ഉപ്പേരി അല്ലെങ്കിൽ ചാറ് കൂട്ടാനായിട്ട് ചക്കക്കുരു. ചക്കക്കുരു എന്ന് വേറെ പഴയ കാലത്തെ ഒരു പേര് പറയും, ഞങ്ങളത് പറയുന്നില്ല. ചക്കക്കുരുവിന് എപ്പോഴും ഒരു ചീത്ത പേരുണ്ട് അല്ലേ? പഴയ കാലത്ത് ഈ ഉരുളങ്ങൾക്ക് നിന്ന് കഴിഞ്ഞാ ചക്കക്കുരുവിന് ആ പേര് കിട്ടിയോ. പേളി നിനക്ക് ഇനി മണിന്ന് തരില്ല. അവളതിനാ വന്നേക്കണേ. ഓ അല്ല ചേട്ടൻ നോക്കി നിക്കണ നോക്കിയേ. ഇന്നത്തെ കോട്ട കഴിഞ്ഞാ? ഇടയ്ക്കിടയ്ക്ക് വരുള്ളൂ.
മറ്റേ ടൈസനാ വരിക. ടൈസ് ഇപ്പൊ സജീന്റെ അവിടെ ഇനി ആ സജീന്റെ അവിടുത്തെ മറ്റേ തരം ബിസ്ക്കറ്റാ. ഉം. അത് കാരണം അവ ആ ഭാഗത്തുനിന്ന് തന്നെ വരുന്നില്ല അവള്. അവന് അതാ ഇഷ്ടം. പിന്നെ മിന്നുവിന് ഭയങ്കര ഇഷ്ടാ ടൈസനെ കാണുമ്പോ അവള് ഇട്ട് കൊടുക്കും. ടൈസന് ഇനി ഇഷ്ടമുള്ളവൾക്ക് വേറെ ആർക്കും കൊടുക്കാൻ ഇഷ്ടമില്ല. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വെച്ചിട്ട് പോയതാ. ഇത്രക്കുണ്ട് നമ്മുടെ ചക്ക മിക്സിയിൽ അടിച്ചപ്പോട്ടാ. ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടാ അതിൻ്റെ ഇടയിൽ. കാരണം ഇതിന് കഴിയുമ്പോഴത്തേക്കും വിശക്കുമല്ലോ. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇളക്കാൻ തുടങ്ങിയ പിന്നെ പോകാൻ പറ്റില്ല. അപ്പം അതൊക്കെ കഴിച്ചു. പിന്നെ അതിന് ടേസ്റ്റ് നോക്കി കഴിഞ്ഞാൽ പിന്നെ വിശപ്പ് പോവോ? ചോറിനാൻ പറ്റില്ല. അത് കുഴപ്പമില്ല, ചോറിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഇന്നത്തെ ജിമ്മ് മുടങ്ങിയാ? എത്ര മണിക്ക് ജിമ്മ് ചെയ്യാറ്? അല്ല ചേട്ടനും ചേച്ചിയും? 7 തൊട്ട് 8 വരെ. ആ എന്തിട്ടൊക്കെ ചെയ്യും? ഞാൻ കുറച്ച് ബെഞ്ച് പ്രസ്, എല്ലാ എക്സർസൈസ്, കുറച്ച് ഇരുന്നീക്കില്, പിന്നെ കുറച്ച് ബെഞ്ച് പ്രസ് എടുക്കും, കുറച്ച് കൈനടിക്കും. ചേച്ചി പിന്നെ കുറച്ച് വയറിനും കൂടുതൽ അടിക്കുന്നിപ്പോ. അതെ, എന്നിട്ട് ഒരു മാറ്റമില്ലല്ലോ. മാറ്റില്ലേ? ആര് എന്തില് ഹരീഷ് കണാരം പറയുന്നാണോ മാറ്റി ഇപ്പൊ. ചേച്ചി എന്നിട്ട് ചെയ്യാ മുകളില് ഗ്രൗണ്ട് എടുക്കുന്നു, കൊറേ ഇരുന്നണിക്കിന്, അതെ മറ്റേ സൈക്കിൾ ഓടുന്നു. സൈക്കിൾ ഓട്ടോ, കുറച്ച് വയറിനടിക്കുന്നത്. ചൂടാവും. അപ്പോ എല്ലാതും കുറച്ചൊക്കെ എടുക്കുക. ഇന്ന് നമ്മുടെ ചക്ക വരട്ടല് കാരണം ഇന്നത്തെ വരെ മുടങ്ങി. അല്ല, ആഴ്ചയിൽ 5 ദിവസം ചെയ്താൽ അല്ലയോ എല്ലാ ചിരട്ടയും കത്തിന്ന് തോന്നല്ലേ ചേട്ടാ, കയ്യുമ്പിലേക്ക് ചൂട് വരും. അത് കുഴപ്പമില്ല. വെച്ചിരിക്കേണ്ടത് കൊറേ ചിരട്ട വെച്ചിട്ടുണ്ടേ തുടക്കം തന്നെ നന്നായിട്ട് ഉരുളി ചൂടാവും. അപ്പൊ എല്ലാ ചിരട്ടയും കൂടി കത്തിയതാണ് ഇങ്ങനെ തീ പാളി കത്തണ. ചേട്ടൻ ക്യാമറ പിന്നിലുണ്ടിട്ടാ. ഇപ്പൊ പിന്നെ ഇത് ഞങ്ങളും ഇതെന്തൊരു മാവാ? പ്ലൂര തൊലിയപ്പൻ. ഇപ്പോഴും മാങ്ങ ഉണ്ടാവണ്ട. അപ്പൊ ചക്കക്കുരു മാങ്ങയിലേക്ക് അതിന്ന് കിട്ടുമോ? തൊലിയപ്പൻ അപ്പൊ നല്ല പുളി ഉണ്ടാവും, പഴുത്തുണ്ടാവും. പഴുത്തിട്ടപ്പോ വീഴണേ തൊലിയപ്പൻ സാധാരണ കേട് വരില്ല അല്ലെ? വരില്ലല്ലോ. ചീഞ്ഞിട്ടപ്പോ വീഴണേ അല്ല. ചേട്ടൻ തോട്ടി ഉണ്ടാ? വലത്തോട്ടി ഇല്ല അല്ലേ? നാളെ ചേട്ടൻ വലത്തോട്ടി വാങ്ങിക്കാൻ പോയിട്ട് നല്ലത് കിട്ടിയില്ല അല്ലേ? നീളം കുറവാ കിട്ടിയ 13 അടിയങ്ങളുള്ളൂ. എവിടെ നിന്ന് കട്ടിയിലേക്ക് ഒരു പാത്രം ചൂടായിട്ട് അത് ചേട്ടന് ഉറക്കം വന്നു തുടങ്ങി. ഫുഡ് കഴിച്ചല്ലോ, ഇനി ഉറങ്ങണം. അപ്പൊ ഇത് വേഗം കൂടെ ആവാൻ വേണ്ടിട്ട് മനസ്സ് വെമ്പാണ് അല്ലേ? അതാണ് കട്ട് ചെയ്യുന്ന പറയണേ. എന്നിട്ട് വേണ്ടേ ശർക്കര നേരയിലേക്ക് ഇട്ട് കൊടുക്കാം. മതിയാ? ശർക്കര നീരല്ലാട്ടോ നമ്മൾ ചേർക്കണേ. ഇതായ കാരണം ഈ മഹിമയുടെ നമ്മൾ ഉപയോഗിക്കാറുള്ള ശർക്കരയില്ലേ, ഇതായ കാരണം നമുക്ക് നേരെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ശർക്കര നീരാകുമ്പോ പിന്നെ അത് പറ്റാനുള്ള. അതെ, അവര് നമ്മളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങട്. അറിയോ ഇവരെ ഈ മഹിമ എവിടെയാട്ടാ? കോതമംഗല, നേര്യമംഗലം. അവര് മറ്റേ കരിമ്പിൻ ജ്യൂസിന്ന് ഇത് ഉണ്ടാക്കണ ഇതല്ലേ, അതൊക്കെ നമ്മളോട് ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു അവരെ ഫാക്ടറി ഒക്കെ വന്നിട്ട്. അപ്പം ഞങ്ങൾ അടുത്ത് തന്നെ പോകണ്ട അങ്ങോട്ട്. ഞങ്ങൾക്കത് കാണണമെന്നും ആഗ്രഹമുണ്ട് ഇത് ഉണ്ടാക്കണ ഇതൊക്കെ. ഇടട്ടെ നോക്കട്ടെ, എന്നിട്ട് മധുരം നോക്കിയിട്ട് നമുക്ക് ഇടാലോ. ആ അല്ല ചേട്ടാ, എല്ലാ ദിവസവും ഈ ഗോതമ്പടയല്ല കൊണ്ടുപോണേ, ശർക്കര ഇട്ടിട്ടല്ലേ?
കുറച്ച് കഴിഞ്ഞ സ്വഭാവം മാറില്ല അല്ലേ? ഇതിപ്പോ ആള് ശാന്ത സ്വഭാവത്തിലാണ്. കുറച്ച് കഴിഞ്ഞാൽ രൗദ്രഭാവവും. അപ്പൊ അല്ല ചേട്ടാ അതിന് ഉള്ള ബനിയനൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട് മേലിക്ക് തെറിക്കുമ്പോഴത്തേക്ക്. ഇത് സമയാവും അറിയില്ല, ചെലപ്പോ വേഗാവും. 10 മണി കണക്കാക്ക. ഇപ്പൊ സമയം 9 മണിയായില്ല. 9 മണിയായില്ലേ? 1.5 മണിക്കൂറില്ലേ? 10 മണിക്ക്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ ചെറിയേട്ടൻ്റെ വൈകുന്നേരത്തെ? വാ, നിങ്ങളുടെ നടത്തം ഇതൊക്കെ കഴിഞ്ഞ? രാത്രിയിലത്തെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞ? അതെ. ഒരുറക്കം കഴിഞ്ഞ് എണീറ്റിട്ട് എക്സസൈസ് പിന്നെ ചോറുണ്ടൊക്കെ തേച്ചു. ചോറതിയൊന്നും ഇളക്കണ കൊതുകടിക്കണ ആരനാണ് ഈ വേഷത്തിൽ വന്നേക്കണത്? ചക്ക വരട്ടാൻ വന്നേക്കണ വേഷം കണ്ടിട്ട് ആൾക്കാർ ഞെട്ടും. ചെറിയേട്ടന് കൊതുവിനെ ഭയങ്കര പേടിയാ. തല വരെ മൂടിയിട്ടാണ് ആള് നടക്കുള്ളൂ. ഡെങ്കിപ്പനി വന്നിട്ടില്ലേ ഒരു വട്ടം? ഡെങ്കിപ്പനി അന്നോട്ട് കൊതുവരയിലുള്ളിൽ കയറിയതാ. പിന്നെ ഇറങ്ങിയിട്ടില്ലേ അല്ലേ? സുഖമായി കിടന്നുറങ്ങാതെ കാരണം ഞാൻ പകരം പണീന് ആളിന്ന് വന്ന് നടന്നു പണിക്കാരൻ പറഞ്ഞു ആള് പോയി. ആള് എന്തൊക്കെയാ പറഞ്ഞ ആള് പോയില്ല, വേറെ ആളോട്. അപ്പൊ എന്നെ വേറെ ആളെ നിർത്തി പോണത്. അപ്പൊ പറഞ്ഞു നിനക്കിനി ഈ 5-6 മാസം കൊണ്ട് നിനക്ക് ശമ്പളം കിട്ടില്ല കേട്ടാ, പണീനായ കാശ്. എന്തത്? ആളോട് പറഞ്ഞിട്ടുണ്ട് ആളിനി പാലക്കാടേക്ക് പോയില്ലേ, ഇനി ആള് വരില്ല, അപ്പൊ ശമ്പളം ഇനി കിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ശമ്പളം വേണ്ട, ഞാനിവിടെ നേരം പോകുന്ന വരുന്നെന്ന് പറഞ്ഞു. അപ്പൊ അതായിരുന്നു എനിക്ക് ഫീൽ ചെയ്യുന്നില്ലെന്ന്. അവിടുന്ന് റിട്ടയർ ചെയ്ത് പോകുന്നുള്ള ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നിങ്ങള് എന്നോട് കാശും ചോദിക്കില്ലല്ലോ. കാശെന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മള് പണിയുന്നതിന്റെ പുറം ആൾക്കാരെ വിളിക്കുന്നതിന്റെ കാശ് അങ്ങോട്ട് ചോദിക്കില്ലല്ലോ. ഞാൻ ദിവസം കൂലിക്കാരനല്ല. എനിക്കിപ്പോ കാശ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നേരം പോണെന്ന് അതാ പറഞ്ഞോണം. 2 ദിവസം പണിയിലാണ്ടല്ല ചേട്ടി ഇരിക്കുന്ന കണ്ടപ്പോ ചേച്ചിക്ക് പാവം തോന്നി. നല്ല ചേട്ടൻ ഇരിപ്പ് കണ്ടിട്ട്. ആരെങ്കിലും കൂലിയാണെങ്കിൽ അങ്ങോട്ട് തരാം, നല്ല ചേട്ടനൊന്ന് പണിക്ക് ആരെങ്കിലും വിളിച്ചോണ്ട് പോയെങ്കിൽ വിചാരിച്ചു. ഇനി പണിയെടുത്തോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഏതീ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഇരുന്ന വേഗം വയ്യാണ്ടാവും ചെയ്യൂട്ടാ. അല്ല ചേട്ടനാണെങ്കിൽ നോക്കി നിക്കലിങ്ങനെ വീർത്ത് വരും അല്ലേ, വണ്ണം വെച്ചിട്ട്. അല്ലാണ്ട് നമുക്കിവിടെ അവിടെ പണിയുമ്പോ ബാക്കി ഇടുന്ന നേരത്തെ കളക്കാനുള്ള സ്ഥലം ഉള്ളത് ശരിക്കും പറഞ്ഞു. നമുക്കിപ്പോ ഫുൾ ടൈം കളക്കാനുള്ള സ്ഥലമില്ല. ആ ചന്ദ്രേട്ടന്റെ സ്ഥലം വാങ്ങിച്ചാലോ? നമുക്ക് കൃഷി കൊണ്ട് വലിയ ലാഭം. അല്ല പണിയെടുത്താ മതിയല്ലോ. തീ എത്തിച്ച് വെള്ളം ചൂടാക്കി അടുപ്പിന്റെ ഒഴിക്കാനേ. പണ്ട് എൻ്റെ അച്ചാച്ചൻ അങ്ങനെ ചെയ്യാ. ഉച്ച തിരിഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു വാരണ ചവറില്ലേ, അതിങ്ങനെ ഒരു വടിയും കൈ പിടിച്ചിട്ട് ഇങ്ങനെ അലുമിനിയം വട്ടയിൽ വെള്ളം ചൂടാക്കും കുളിക്കാൻ. അതിനിങ്ങനെ കത്തിച്ചിങ്ങനെ ഇരിക്കും. ഞങ്ങൾ ചൂടാക്കും. ചവറ് കത്തിക്കുമ്പോ അടുത്ത് തന്നെ ഇരിക്കണല്ലോ. ചവർ ഇങ്ങനെ നീക്കി കൊടുത്തോണ്ടിരിക്കണ്ടേ. ഇത് ചവറിലാന്ന് പറ അണ്ടി ചൂടും. അതിന്റെ കൂടെ അണ്ടി തല്ലി എന്നിട്ട് അണ്ടിയുടെ തൊടുകയിലേക്ക് ഇട്ടിട്ട് തീയും കത്തിച്ചിരിക്കും. ഇപ്പൊ പൊട്ടി തുടങ്ങി ചെറുതായിട്ട്. ആ പാടിന്റെ അവിടെ വരയ്ക്കണ്ടായിരുന്നല്ലേ, അതൊന്നും വരണ്ടിയിലേക്ക് ഇപ്പൊ ചെറുതാ. എനിക്ക് ഈ മധുരമുള്ള സാധനങ്ങൾ അധികം വലിയ ഇൻട്രസ്റ്റ് ഉള്ളതല്ല. അത് കാരണം ചക്ക വരട്ടി കഴിക്കില്ലേ? ചക്ക വരട്ടി വെക്കില്ലേ അടയ്ക്ക് ഉണ്ടാക്കാൻ? അട ഉണ്ടാക്കാനാക്കാറില്ല, പക്ഷെ ഞങ്ങൾ മധുരടാറില്ല. ഇതിലും മധുരടാറില്ല. ആ വരട്ടണേല് വെറുതെ വരട്ടി വയ്ക്കും. ശർക്കര ചേർക്കാണ്ട് വെറുതെ വരട്ടി വയ്ക്കും. എന്നിട്ട് അട ഉണ്ടാക്കുമ്പോ വല്ല അതിന്റെ കൂടെ ഈന്തപ്പഴം വയ്ക്കും. അങ്ങനെയൊക്കെ മധുരടാറില്ല. ടൈറ്റായാ ഇതല്ലെങ്കിൽ ഒരു ടൈറ്റാ. നിങ്ങളുടെ എന്തൊരു സാധനം? എള്ളുണ്ട. എള്ളൊന്നുമില്ല. ഞങ്ങളെല്ലാം മധുരമില്ല.
വെല്ലം പഞ്ചസാരില്ലാന്ന് എഴുതി. നല്ല രസമുണ്ടല്ലോ. ഇതാണ് ഞങ്ങളുടെ സാധനങ്ങൾ. വെല്ലം പഞ്ചസാരിന്റെ എള്ളുണ്ട്, ഞാൻ പറയാം. ഈന്തപ്പഴമുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പ്, മട്ടക്കുരു ഉണ്ട്, ആ കപ്പലണ്ടി ഉണ്ട്. എന്തിന്റെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തിന്നു കേട്ടോ. രസല്ലേ? ഈ 60 കഴിഞ്ഞ കാരണം ഈ പണി നിർത്തിയിട്ടില്ലല്ലോ. പണി നിർത്തിനി പിന്നെ വിറ്റാമിൻസിനുള്ള സാധനങ്ങളൊന്നും കഴിക്കേണ്ടി വരില്ലേ. അതായത് ഞാൻ രാജ്യത്തിന് ഷെയറായിട്ട് ഒരാടിനെ എനിക്ക് പപ്പാതി ബ്രാത്ത് ഉണ്ടാക്കാൻ പോവാ. അതുണ്ടാക്കാൻ അറിയോ? അതിന് രാജ്യന് ഒരാളെ വെച്ചിട്ടുണ്ട്, ഒരാളെ വെച്ച് ശരിയാക്കാനുള്ള പരിപാടി. ഒരാട് പിന്നെ ബ്രാത്ത് ഉണ്ടാക്കി എത്ര കുപ്പി കിട്ടും ചേട്ടാ? വീഡിയോ എടുത്തിട്ടില്ലേ എന്റെ? ഇത് 10 കുപ്പീന് ഉണ്ടാവില്ലേ? ഞാനൊരു 30 കൊല്ലം മുന്നേ ഇവിടെ ഉണ്ടാക്കിണ്ട് നമ്മുടെ പഴയ തറവാട്ടിലപ്പോ. അത് മറ്റൊരു ഒരു മെഷീനിലും കൂടെ വെച്ചിട്ട് തിരിച്ചിട്ടല്ല എന്റെ ചാറൊക്കെ എടുക്കുക. അപ്പൊ ആ മെഷീൻ വാടക എടുത്താ അത് ഉണ്ടാക്കാൻ അറിയണവർക്ക് പറ്റുള്ളൂ എന്ന് തോന്നുന്നു. മരുന്നും കൂട്ടൊക്കെ ഇട്ട് അതിലോട്ട് ഒരു ഭരണീരാക്കിട്ട് ചെമ്പിൽ വെച്ചിട്ട് അത് മൂടിയിട്ട് 24 മണിക്കൂർ തീ കത്തിക്കണം. ഇത് റോഡ് സൈഡിൽ ഉണ്ടാക്കണ കാണാം കൊറേ. ആരാങ്ങോട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ ബ്രാത്ത് അന്ന് മാറ്റുണ്ട്. അന്ന് ഇത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു തീ ഓലക്കുടി കത്തണ ഇതാ വേണ്ടോ. ഇന്നിപ്പോ ആ സ്ലോവില് ഗ്യാസ് ആക്കി വെക്കുകയും ചെയ്യാം. 24 മണി ഇവിടെ നമ്മുടെ വീട്ടിലുണ്ടാക്കാതെ രാജേട്ടൻ്റെ അവിടെ ഉണ്ടാക്കണ രാജിന്റെ അവിടെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വീഡിയോ ഒക്കെ ആയിരുന്നു. ഞാൻ നമ്മൾ നോക്കിയിരിക്കാന്നൊക്കെ 24 മണിക്കൂർ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാണാനുള്ള ശേഷിയില്ല അല്ലേ? നമ്മളവിടെ കൊന്ന് നുറുക്കി ഇതൊക്കെ വേറെ ആൾക്കാരല്ലേ ചെയ്യാ? വേറെ ആൾക്കാരനെ വീട്ടിലാ വേറെ അമ്മാമിണ്ടല്ലോ. ഓ അമ്മാമിണ്ടല്ലോ അല്ലേ? ഇതിന് എഡിറ്റിണ്ട്. തെറിക്കാൻ തുടങ്ങി. നല്ല സുഖം മഴക്കാലത്തിന് കഴിഞ്ഞിട്ട്. ഇപ്പം മഴയില്ലാന്ന് മാത്രം. വെയിലുദിക്കുമ്പോ എന്താ ചൂട്! ഇത്ര വലിയ മഴ പെയ്താലും ഇന്ന് വേനൽക്കാലം പോലെ ഇല്ല. ഇന്നലെ മഴ ഇതൊന്നും തോന്നേയില്ല. അതുപോലെ ഞാനാട്ടെ കൂർക്ക ഉണങ്ങിപ്പോയിന്ന് പറഞ്ഞില്ലേ? ആ വെയിലോണ്ട് നാളേക്ക് അത് അതിന്റെ മുകളിൽ ഓല വലുത് വെച്ച് കൊടുക്കരുന്നില്ലേ? പറയും ഭയങ്കര പാട്ട്. ഇന്നിപ്പോ ഉണങ്ങുന്ന എനിക്കറിയില്ല. ഇന്ന് റെഡ് അലർട്ട് അല്ലേ? അല്ല കൂർക്ക് നട്ടന്ന് എന്റെ ഒരു 3 നേരം പോയി വെള്ളം ഒഴിക്കും പാടാണ്ടിരിക്കാൻ. ഇന്ന് വെള്ളം ഒഴിച്ചില്ലേ? വെള്ളം നിക്കല്ലേ ഇതുപോലെ പറ്റുന്ന വിചാരിച്ചില്ല. നാളെ തല വേറെ വെച്ചാ അവിടെ കയ്യകലം കണ്ട് നിക്കണതാണ് ഇനി ആരോഗ്യത്തിന് നല്ലത്. പേളിയാ കുറയ്ക്കണ മറ്റേ ചെറിയ ഒറ്റങ്ങളാ സൗണ്ടായ തന്നെയല്ലേ പണി. മരടോണ ഇരടോണ ഇന്നലെ അത്ര കളിക്ക് വരുന്നില്ല ചേട്ടാ. ഒപ്പം പറഞ്ഞു ഇതേ ഭയങ്കര അപകടമല്ലേ ചേട്ടൻ്റെ മുഖത്തൊക്കെ അവള് നാളെ കാലത്ത് അറിയാവുള്ളൂ അല്ലേ? പുള്ളിക്കുത്തുകൾ എന്തോരം വന്നു എന്നുള്ളത്. ഹെൽമെറ്റ് വെക്കേണ്ടി വരില്ലല്ലോ ചേട്ടാ? ഇല്ല നേരത്തെ ഇത്തിരി കുറവ് വന്നു കേട്ടാ. നേരത്തെ നല്ല കളിക്കും. എന്തോരം ദൂരത്തേക്കാ തെറിക്കണേ. ഇവിടേക്ക് വരെ എത്തുണ്ട് തെറിച്ചിട്ട്. ഞാൻ ജീൻസ് ഇട്ട് വന്നേ. ഉണ്ടാക്കാറല്ലോ ഇതിപ്പോ അധികം കാരനാണ്. അതിന് അവിടെ നിങ്ങൾ ഉണ്ടാക്കണത് പച്ച പുഴുങ്ങാണ്ട് നേരെ അരച്ചിട്ടല്ലേ ഉണ്ടാക്ക? നമ്മൾ അരച്ചിട്ട് തന്നെ ചെയ്യണേ. പക്ഷെ നമ്മൾ പുഴുങ്ങിയിട്ടാണ് അരക്കുക. ടേസ്റ്റ് കൂടും. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പച്ചച്ചക്കയില്ലേ അല്ല പഴുത്തത് പുഴുങ്ങാണ്ട് മിക്സിയിൽ നേരെ അരച്ചിട്ട് ചേർക്കാണെങ്കിൽ പൊട്ടി തെറിക്കില്ല. ചെറിയ അങ്ങനെയാന്ന് തോന്നുന്നു ഉണ്ടാക്ക. അടിച്ചിട്ട് പുഴുങ്ങില്ല. അടുക്കളയൊക്കെ നാശാവൂല്ലെങ്കിൽ എവിടേക്ക്
തെറിച്ചത്. അവിടെ പുറത്തല്ലേ പുറത്ത് തന്നെ ചെയ്യാം. അടുപ്പില്ലേ ചെയ്യാളോ. ആരുണ്ടാക്കണത് അവർക്ക് അലുവിന് ഉണ്ടാവില്ല. അലുവിനെ ചോദിച്ച് ഒന്നും ഉണ്ടാവില്ല. ഒന്നാമത്തെ പിള്ളേർക്ക് ഇഷ്ടമില്ല ഇതൊന്നും കഴിക്കാൻ. അവർക്ക് ബേക്കറിയിലത്തെ ബർഗർ അങ്ങനത്തെ ബ്രെഡ് സാധനങ്ങളാ, സാൻഡ്വിച്ച്, അതൊക്കെ പിസ്സ. ഇതെന്ന് പറഞ്ഞ അവരെങ്ങനെ ആക്കണ്ടെന്നുണ്ടല്ലേ. ലാസ്റ്റിലേക്ക് തുടങ്ങിട്ടാ. ചെറിയേട്ടൻ ചേച്ചിനെ വിളിക്കാൻ പോയി, അല്ലേട്ടൻ നെയ്യ് എടുക്കാൻ പോയി. സരിത കണ്ണ് അടച്ചിട്ട് പിടിച്ചിട്ടാണ് കിടക്കണത്. ലാസ്റ്റായി തുടങ്ങി കണ്ട കട്ടിയായി. മധുരം നോക്കിട്ടാ, മധുരം ഉണ്ട്, മധുരം വേണ്ട. അല്ലേട്ടൻ നെയ്യ് എടുത്ത് വന്നു. ഒരു മിനിറ്റ്. ശുദ്ധമായ വീട്ടിലുണ്ടാക്കിയ നെയ്യ് ഒഴിക്കി ഉണ്ടല്ലേ. അപ്പോൾ എത്ര ടീസ്പൂൺ ഒഴിക്കിട്ട്? വലിയ ഒന്ന്. ഇതിൽ നമുക്ക് പിശുക്കൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. പിശുക്കം കാണിക്കില്ല. ഇനി വറക്കുമല്ലോ ഈ അണ്ടിപ്പരിപ്പും ഇതൊക്കെ. അത് വറുത്ത് ചേർക്കുമ്പോൾ ആ നെയ്യും കൂടി വരും അല്ലേ. ഇത് തിളച്ച് വരുന്നു. നെയ്യ് ഒഴിച്ചിട്ടാണ് ഏട്ടൻ പോയി. അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നെയ്യില് മൂപ്പിച്ചിട്ട് ഇടാണ് കേട്ടാ. അത് പറയാ ഞാൻ അറിഞ്ഞില്ലാന്ന് കുറച്ച് വാരി വയ്ക്കാനായിട്ട്. ഞാനേ എന്റെ കുറച്ച് വറുത്ത് കഴിഞ്ഞാലേ ചേച്ചി നേരത്തോടെ അല്ല കയ്യോടെ കൊണ്ടുവച്ചത് ഇവിടെ കൊണ്ടുവച്ച. അണ്ടിപ്പരിപ്പ് ഉണക്കമുതിരി അടുക്കളയിൽ മൂപ്പിച്ചിട്ട് കൊണ്ടു നെയ്യില്. അതെ, ഞാനത് അറിഞ്ഞില്ല, അറിയിച്ചില്ല. പെട്ടെന്ന് കൊണ്ടുവന്നൊരു ഒറ്റയിടല്. സരിതാരും ചേച്ചിയും പ്ലാനിങ് ആയിരുന്നത്. ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ലത്. നമ്മള് അവസാന നിമിഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും തേണ്ട നമ്മളെ അവസാന നിമിഷം അലുവേര അവസാന നിമിഷം. സമയം രാത്രി 9:40. അത്ര രാത്രി 9:40. ഉറങ്ങാൻ കിടന്ന ചെറിയേട്ട കുത്തിപ്പൊക്കി എണീപ്പിച്ചുകൊണ്ട് നിർത്തിണ്ട്. അലുവ തന്നെ, ചക്ക വരട്ടി തന്നെ. അവന്റെ വായിൽ ഇതിന് ഊല്ലി വീട്ട് കൊടുക്ക്. ആരുടെ വായില്? അലുവ വേണമെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം മറ്റേ മിഥുനത്തിലല്ലേ അച്ഛ അലുവ ഈ കിടാവിനോട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് എന്റെ പോയി. ഇവിടെ ആരും അലുവ ചോദിച്ചില്ലല്ലോ. ഇതിന് അലുവ എന്ന് പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞാണ്. നമ്മള് ബാറ്റം കൈമാറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റൗണ്ട് അടിക്കുന്നുണ്ട്. വേണേ നമുക്ക് ചുറ്റും റൗണ്ട് അടിക്കാം. എങ്ങനെ ടിസ്റ്റ് അടിച്ചു തുടങ്ങി. ഇത് അടിയിൽ പിടിക്കില്ലേ? കണ്ടാ നോക്കിയാ, കണ്ടാ അടിയിൽ പിടിക്കില്ലേ? കണ്ടാ മതി തോന്നുന്നു. നമുക്കിത് എടുത്തേക്കാളോ ഒന്നല്ല, അത് കാരണം മതി, നിർത്താം. അപ്പൊ നിർത്താല്ലേ? അപ്പൊ നിർത്തതായി പ്രഖ്യാപിക്കുന്നു. എവിടെ വെച്ചിട്ടാക്കണത്? ഇവിടെ പറ്റില്ലല്ലോ ചേട്ടാ, 2 കയ്യിലേക്ക് എടുക്കണത്. 2 കയ്യിലേക്ക് കൂടി ഒരു കിണ്ണത്തിലേക്ക് ഉണ്ടാവുള്ളൂ. 2 പാത്രം ഞാൻ തിരിക്കാല്ലേ? ഇനി നിലത്ത് വയ്ക്കേണ്ടി വരും. കൈ ചൂട് 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 എടുത്തോണു. മറ്റേ ഇതല്ലാണ്ട് ഇതുമിരുന്ന് ഇതാവുള്ളോ നോക്കിട്ടാ. 2 കിണ്ണത്തിലേക്ക് ഉണ്ടാ കണ്ട വേഗം അടിയിൽ കണ്ട ഇതാവണത് അല്ല രസം. ശരിയാ. അവിടുന്ന് ടീസ്പൂൺ എടുത്തോണ്ട് എന്തൊരു ചൂടാ. അങ്ങനെ ഈ കാലം തെറ്റിയ കാലത്ത് ചക്ക വരട്ടൽ ഞങ്ങൾ നടത്തി. സാധാരണ ഒരു ഏപ്രിൽ മെയ്യിലാവൂല ചെയ്യാ, ആഗസ്റ്റിലൊന്നും ചെയ്യില്ല ആരും. ജൂണിലൊക്കെ ഉണ്ടാവും. അല്ല ജൂണില്. ഇതിപ്പോ നമുക്ക് ചക്ക കിട്ടിയ കാരണം 4 ചക്ക ഉണ്ടായിരുന്നു. ഇട്ടപ്പോ 4 ചക്ക ഉണ്ടായിരുന്നു. അയ്യോ
ഈ കൈമ കൊണ്ടാ കുഴപ്പമില്ല. ഇത് നേരത്തെ തെറിച്ചാലും വലിയ ചൂടൊന്നും ഇല്ല. ആ എന്റെ കൈ നീർറ്റം മാറിയിട്ടില്ല. എന്റെ കൈ ആകെ 2-3 വട്ടം തെറിച്ചിട്ടില്ല. അല്ലെ 2 നീർന്നില്ലേ. ഇവിടെ തൊലിക്കും പോയിട്ടുണ്ട്. ഉണക്കമുന്തിരി വരണ്ടിക്ക് ഇപ്പൊ ഒട്ടത് സാധനം ഉണക്കമുന്തിരി നല്ല ടേസ്റ്റ് ഉണ്ട്. മറന്നതാ കിണർ വിളിച്ച് എടുത്ത് വെക്കിട്ടായിരുന്നു. എന്താ കിണറ്റില് അതിലെടുത്തിട്ടത് ഒരു ഇല കൊണ്ട് ഈ വടിച്ചെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഇട്ടായിട്ടേ. ഇത് മതി. സരിത ചട്ട എടുത്തത് വെല്ലം 1/2 കിലോ. കറക്റ്റ് 1/2 കിലോ. ഇനി നമ്മളെ നാളെ ഇത് ചൂടാറിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ടേസ്റ്റ് ചെയ്യാനൊന്നും ഇല്ല. ടേസ്റ്റ് ചെയ്യാനൊന്നും ഇല്ല. വേറെ ടേസ്റ്റ് ചെയ്യാനുള്ളത് തന്നെയല്ല ടേസ്റ്റ് ചെയ്യല്.